ദൈവത്തിന് സ്തോത്രം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവ് മനുഷ്യവർഗത്തിന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ജയോത്സവമായ ഒരു ജീവിതം. ജയോത്സവം, ഒരു ജയജീവിതം മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അത് പറഞ്ഞാൽ മനുഷ്യൻ കല്ലെറിയും. അന്നത്തെ കാലത്തും അങ്ങനെയാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുള്ളൂ: പിതാവാണ് എന്നെ അയച്ചത്, എൻ്റെ പിതാവ് ദൈവമാണ്. അവർ കണ്ടത് അവൻ സ്വയം ദൈവമാക്കി. സത്യമല്ലേ പറഞ്ഞത്? പക്ഷേ അവരുടെ ന്യായപ്രമാണ പ്രകാരം സ്വയം ദൈവമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവദൂഷണമാണ്. പിന്നെ അവൻ ശബത്തിൽ രോഗികളെ സൗഖ്യമാക്കി. അംഗീകരിക്കാൻ പറ്റുമോ? വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുന്നു. നിങ്ങളുടെ പ്രമാണം കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. പലപ്പോഴും ഗൗരവം മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചെയ്തത് അതാണ്. സ്വർഗം ചെയ്ത കാര്യം, ഒരു ജയജീവിതം ഈ ഭൂമിയിൽ വേണം. മനുഷ്യന് അവൻ്റെ നിരാശ മാറണം, അവൻ്റെ ഭാരം മാറണം, അവൻ്റെ ആകുലം മാറണം, അവൻ സമാധാനത്തോടെ ജീവിക്കണം, അവൻ ദൈവത്തേക്ക് നോക്കുന്നവനായിരിക്കണം. ഈ നൈമിഷികമായ ലോകത്തിൻ്റെ ആകർഷണത്തിൽ അവൻ ഒരിക്കലും വരരുത്. അവന് നിരാശ വരല്ലേ, ഭാരം വരല്ലേ, ആകുലം വരല്ലേ. എപ്പോഴും പ്രത്യാശയുള്ളവനായി ദൈവത്തോട് സ്നേഹവും കടപ്പാടും ഉള്ളവനായിട്ട് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ജനം, എൻ്റെ പ്രത്യേക സമ്പത്ത്, ഞാൻ അനുഗ്രഹിക്കുന്ന ജനം, ഞാൻ അവർക്ക് പിതാവും അവർ എനിക്ക് മക്കളുമായിരിക്കും. ഞാൻ അവരുടെ ഇടയിൽ പാർക്കും. പഴയ നിയമത്തിനകത്ത് എല്ലാം കാണുന്നൊരു കാര്യമാണ്. ഒരു പ്രത്യേക സമ്പത്ത്, ദൈവത്തിൻ്റെ സമ്പത്ത്, ദൈവം അനുഗ്രഹിച്ച ജനം. എൻ്റെ ദൈവത്തിന് ഞാൻ സങ്കടത്തോട് പറയട്ടെ, ഇന്ന് മനുഷ്യരെ കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പല ജാതികളുണ്ട്, പല മനുഷ്യരുണ്ട്. തൊലി വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട്, പണമുള്ളവരുണ്ട്, പണമില്ലാത്തവരുണ്ട്, സാധാരണ മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്നവരുണ്ട്. ദൈവം ഉള്ള ജനമെന്ന് പറയാൻ തക്കവണ്ണം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചില സൗമ്യരായിരിക്കും, ചിലർ കുറച്ച് എടുത്താട്ടമുള്ളവരായിരിക്കും. അല്ലാതെ ദൈവം തേജസ്സോടെ ഇറങ്ങി നിൽക്കുന്ന മൺകൂടാരമാണ്. മറ്റുള്ളവരിൽ നിന്ന് ഇയാൾ വ്യത്യസ്തമാണെന്ന് കാണാൻ പറ്റുമോ? എവിടെയും ഒരു 10 മിനിറ്റ് ഒരാളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആളെ അസസ് ചെയ്യാൻ പറ്റും. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്ന കോരിന്ത്യർ ലേഖനത്തിനുണ്ട്. ആ ആളുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് എന്താണ്? ആ ആളുടെ ചിന്താഗതി എന്താണ്? ആ ആളുടെ സംസാരം എന്താണ്? ആ ആളുടെ കാഴ്ചപ്പാട് എന്താണ്? ആ ആളുടെ ജീവിതം എന്താണ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും ലോകത്തിൻ്റെ കുത്തൊഴുക്കിലേക്ക് അങ്ങ് പോവുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി, അവിടെയാണ് കാൽവരി കുരിശിൻ്റെ പ്രസക്തി, അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രസക്തി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിത്തീരുന്നത് വേഷവിധാനം കൊണ്ടൊന്നുമല്ല. നമ്മുടെ ശാന്തത, നമ്മുടെ സൗമ്യത, നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം. ലോകത്തിൽ മറ്റുള്ളവർ പോകുന്ന പോലെ അല്ല. നമുക്കൊരു പ്രത്യേകമായ കാഴ്ചപ്പാടുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മുടെ ലക്ഷ്യം ഈ ഭൂമിയല്ല. നമ്മുടെ ലക്ഷ്യം ഈ ഭൂമിയിലെ സുരക്ഷിതത്വമല്ല, സമ്പൽ സമൃദ്ധിയല്ല, ഇവിടുത്തെ വെൽബീങ് ഒന്നുമല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ജീവനുള്ള ക്രിസ്തു നേടിത്തന്ന രക്ഷ അനുഭവിക്കുക, അതിൽ നിലനിൽക്കുക, ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുക, കർത്താവിന് എന്നെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ അത് നിവർത്തിക്കുക, എന്നിട്ട് സമാധാനത്തോട് അവൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുക. വളരെ ലളിതമാണ്. ഈ ലോകത്തിലെ എന്ത് നേടിയ എന്ത് പ്രയോജനം? സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം ദൈവം ചോദിക്കുന്നുണ്ട്. ആത്മാവാണ്. എത്ര പേർ ആത്മാവിനെ കരുതുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ ഞെരങ്ങുന്ന ഒരാത്മാവുണ്ട്. ഞാൻ ക്രൂശിലെ വിശ്വസിക്കാതിരിക്കുമ്പോൾ, ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കാതിരിക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്താതിരിക്കുമ്പോൾ, ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാതിരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ഞെരങ്ങുകയാണ്.
സാത്താൻ്റെ ബന്ധനത്തെ കളഞ്ഞ് ഇറങ്ങിയാണ്. അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിക്കാനാണ് ഞാൻ കാണാതെ പോയ ഇസ്രായേലിലെ ആടുകളെ തേടിയാണ് വന്നതെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. എന്താണ്? വചനം കൊടുക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുരുളിറക്കപ്പെട്ട കുഞ്ഞാടാകാൻ വന്നതാണ്. ഞാനിവിടെ രാജാവാകാൻ വന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ. അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. ഒരാൾ മരിച്ചാൽ വേറൊരാൾ അങ്ങനെ രക്ഷപ്പെടുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ മരണത്തിന് പ്രത്യേകതയുണ്ട്. അവൻ പാപം കൂടാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാടായി വന്നവനാണ്. അവൻ്റെ ജീവിതത്തിൽ പാപമില്ല. അവൻ്റെ രക്തം എവിടെ കണ്ടാലും പിതാവായ ദൈവത്തിൻ്റെ കോപം ശമിക്കും. നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എങ്ങനെ ചെല്ലാൻ പറ്റുന്നത്? ക്രിസ്തുവിൻ്റെ രക്തം പിടിച്ചുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പിതാവായ ദൈവത്തിൻ്റെ സകല കോപവും പോകുന്നത് ഈ നിഷ്കളങ്ക രക്തം കാണുമ്പോൾ മാത്രമാണ്. എനിക്ക് ധൈര്യമായ ദൈവസന്നിധിയിലേക്ക് പ്രവാസനം കിട്ടുന്നത് എപ്പോഴാണ്? ഈ ക്രിസ്തുവിൻ്റെ രക്തം പിടിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴാണ്. ഞാൻ സ്വതവേ യോഗ്യനല്ല, എനിക്ക് പാരമ്പര്യമായിട്ട് യാതൊരു യോഗ്യതയില്ല, എന്നാൽ ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു ചൊരിഞ്ഞ രക്തം എന്തിനാണ് ഞാൻ വിശ്വസിക്കുന്നു? എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവൻ മരിച്ചത്. അവൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. എന്നെ കഴുകാനാണ് അവൻ മരിച്ചത്. എൻ്റെ മേൽ ആത്മാവിനെ പകരാനാണ് അവൻ മരിച്ചത്. എന്നെ വിശുദ്ധനാക്കാനാണ് അവൻ മരിച്ചത്. എന്നെ ദൈവത്തിൻ്റെ ആലോചനപ്രകാരം ഈ ഭൂമി നിവർത്തിക്കാനാണ് ദൈവം മരിച്ചത്. എന്നെ തൻ്റെ വേല ഏൽപ്പിക്കാനാണ് അവൻ എനിക്ക് വേണ്ടി മരിച്ചത്. എന്നെ സ്വർഗരാജ്യത്തിലാക്കാനാണ് അവൻ എനിക്ക് വേണ്ടി മരിച്ചത്. അവൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാനും ഇരിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ എൻ്റെ മേൽ വചനം അയച്ചു തന്നത്. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? കർത്താവിന് ലക്ഷ്യമുണ്ടായിരുന്നു. ആരാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്? ഞാൻ എത്ര കാലം ഇവിടെ ജീവിക്കും, അത് കഴിഞ്ഞ് ഞാൻ മരിക്കും, അത് കഴിഞ്ഞ് ഞാൻ താൻ്റെ സന്ധ്യയിലേക്ക് ചെല്ലും. ആ പ്ലാനിനും പദ്ധതിക്ക് തടസ്സമായ ഒരു കാര്യവും കർത്താവ് അംഗീകരിച്ചില്ല. ആരെയും മാനിച്ചില്ല, ആരെയും ആദരിച്ചില്ല. ഈ പ്ലാനിന് യാതൊരു മാറ്റവും വരാതെ കർത്താവ് ഭൂമിയിൽ ജീവിച്ചു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കി, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്, പരിപാടി എന്താണ്? അതിൽ നാം ഉറച്ചു നിൽക്കുന്നവരാണോ? പാപം പറ്റാതെ ജീവിക്കണം എങ്ങനെയെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മനുഷ്യൻ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ഏത് മനുഷ്യനും സാധിക്കുന്ന കാര്യമാണ്. അവൻ്റെ കുലം എന്തായിക്കോട്ടെ, കഴിഞ്ഞ കാലം എന്തോ ആയിക്കോട്ടെ, അവൻ്റെ പാരമ്പര്യം എന്തായിക്കോട്ടെ, അവൻ ക്രൂസിലേക്ക് നോക്കിയാൽ, ക്രൂസിലെ മരണത്തിൽ വിശ്വസിച്ചാൽ, അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ, അവൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നാൽ അവന് സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരിൽ നിന്ന് മാത്രമേ ദൈവത്തിൻ്റെ വേല നടക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ വേലയിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്താ പ്രിയപ്പെട്ടവരെ, ജയോത്സവം കൊണ്ടാടി. ക്രിസ്തു ജയോത്സവം കൊണ്ടാടിയത് എനിക്ക് ജയോത്സവം തരാനാണ്. പാപത്തിൻ്റെ മേലുള്ള ജയം, പിശാചിൻ്റെ മേലുള്ള ജയം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിച്ചു നോക്കാം. റോമർക്ക് ലേഖനം 6:17. റോമർക്ക് ലേഖനം 6:17. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അടിമനൂഹത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന്. ഹൃദയപൂർവ്വം വചനമനുസരിച്ചു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവനീതിക്ക് കീഴ്പ്പെട്ടു. ദൈവത്തിന് സ്തോത്രം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നതിനൊക്കെ ദൈവം മനസ്സിലാക്കി കൊടുക്കും. ദൈവത്തിന് വചന ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടോ? ചിലർക്കത് കേൾക്കുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ്. പാപത്തിന്മേ ജയം എന്ന് പറയുമ്പോൾ ചിലർക്ക് നെറ്റി ഒളിയും. എന്തിനാണ് നെറ്റി ഒളിയുന്നത്? ഇവിടെ പറയുന്നുണ്ട് വചനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് അടിമ, ദൈവനീതിക്ക് അടിമയായി തീരുന്നു. അതാണ് ദൈവം തന്ന ഏറ്റവും വലിയ ജയോത്സവം എന്ന് പറയുന്നത്. ഇന്ന് അത് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? പാപത്തിന് ജയമുണ്ടെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കുമോ? ഇല്ല പ്രിയരെ. മനുഷ്യനാണോ പാവം വരും, ഈർഷ്യ വരും, ദേഷ്യം വരും, മനുഷ്യനല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവം എത്ര വേദവിപരീതമാണ് ആ പറയുന്നത്. എന്തുകൊണ്ടത് മനസ്സിലാക്കുന്ന? റോമർക്ക് ലേഖനം 6-ാമത്തെ വാക്യം കൃത്യമായിട്ടല്ലേ പറയുന്നത്. വചനം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി ആ വിശ്വസിക്കുന്നവർക്ക് വചനം അനുസരിക്കാനുള്ള കൃപ ദൈവം കൊടുക്കും. സ്വാതന്ത്ര്യം പ്രാപിക്കും. നീതിക്ക് അടിമയായിട്ട് ജീവിക്കുന്ന ജീവിതമുണ്ട്. ക്രിസ്തുവിൻ്റെ അടിമനുഖത്തിലേക്ക് കഴുത്ത് വെച്ച് കൊടുക്കും ജീവിതമുണ്ട്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനൊരു നുക നിങ്ങളുടെ കഴുത്തിൽ വെക്കും. ആ നുക മൃദുവാണ്,
ആ നുകം ലഘുവാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനുള്ള മനസ്സ് മനുഷ്യനില്ല. മനുഷ്യൻ സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ഞാൻ ആരുടെ അടിമനുഖത്ത് ഇരിക്കില്ലെന്നാണ് മനുഷ്യൻ പറയുന്നത്. വേണ്ട. ദൈവത്തിന് സ്തോത്രം. മരണക്കിടക്കയിൽ അറിയാം ഈ അടിമനുഖത്തിലേക്ക് കഴുത്ത് വെച്ച് കൊടുത്തവരുടെ അനുഭവം എന്തായിരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നെ സ്വീകരിക്കാൻ വരുന്ന ആരാണെന്ന് ആ മരണക്കിടക്കിൽ വെച്ച് കാണാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്ന് സ്വാതന്ത്ര്യം. രണ്ടാമത്തെ കാര്യം റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഒരാത്മാവിൻ്റെ പ്രമാണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതുവരെ എനിക്ക് മനസ്സിലാകാത്തതായ ആത്മാവിൻ്റെ ഒരു വഴി. ഈ ജയോത്സവം എന്ന് പറഞ്ഞാൽ അതാണ്. മനുഷ്യന് മനസ്സിലാക്കാത്തൊരു കാര്യം അതാണ്. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെടുന്ന ഒരു അവസ്ഥ, പരിശുദ്ധാത്മാവ് ആലോചന പറയുന്ന ഒരവസ്ഥ. നീ മുന്നോട്ട് പോകുമ്പോൾ വഴി ഇതാവുന്നു, ഇതിൽ നടന്നുകൊള്ളുകയെന്ന് പറഞ്ഞുകൊള്ളുന്ന ഒരു ശബ്ദം, ഒരു കാര്യസ്ഥൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായ ജീവിതം. നമ്മളെ നയിക്കാനും നടത്താനും പരിശുദ്ധാത്മാവ് ഇങ്ങനെ പുറകെ കാണും. ഗൈഡ് ചെയ്യാൻ, തെറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ ആലോചന പറഞ്ഞു തരും. അല്ല, ഇൻ കേസ് അബദ്ധാവസ്ഥ തെറ്റ് വന്നുപോയോ, സാരമില്ല, പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ വീണാൽ എഴുന്നേൽക്കില്ലെന്നാണ് ദൈവം ചോദിക്കുന്നത്. വഴി തെറ്റിയാൽ മടങ്ങി വരികില്ലെന്നാണ് ദൈവം ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ്. അതാണ് ജയോത്സവമായി നടത്തുന്ന രണ്ടാമത്തെ കാര്യം. ഒന്നൊരു സ്വാതന്ത്ര്യം. പാപം വരുന്നില്ല. എത്ര സുഖകരമായ കാര്യമാണ്. ഈർഷ വരുന്നില്ല, ദേഷ്യം വരുന്നില്ല, ഭാരം വരുന്നില്ല, ഇറിറ്റേറ്റഡ് ആകുന്നില്ല, ചിന്താഭാരം വരുന്നില്ല. പ്രാർത്ഥിക്കാൻ നേരം ഏകാഗ്ര ഹൃദയം ലഭിക്കുന്നു. പ്രാർത്ഥന മുകളിലോട്ട് പോകുന്നത് നമുക്കറിയാൻ പറ്റും. സ്തോത്രം. ആത്മാവിൽ പറക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു ലോക വിഷയങ്ങളും എന്നെ തൊടുന്നില്ല. ഭാരവിഷയങ്ങളില്ലാഞ്ഞിട്ടല്ല, ഭാരവിഷയങ്ങളെ വിട്ടിട്ട് മുകളിലോട്ട് പറക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം, ഒരു ആത്മാവിൻ്റെ പ്രമാണത്തിന് കീഴടങ്ങുന്നു. ആത്മാവിലാണ് സ്വാതന്ത്ര്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. 3 റോമർ 8:13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. നിങ്ങൾക്ക് ജീവൻ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ക്രിയ ചെയ്യാൻ നിങ്ങൾ അനുവാദം കൊടുത്താൽ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വ്യാപരിക്കാൻ നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യം നിത്യജീവൻ്റെ അവകാശം. നിൽക്കും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളിൽ നിലനിൽക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്താ പറയുന്നത്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. നമ്മൾ ജീവനുള്ളവരായിത്തീരും. ആത്മാവിൽ ജീവനുള്ളവരായിത്തീരും. ദൈവമായിട്ട് ബന്ധം നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിത്യജീവൻ, നിത്യജീവൻ. അത് ഇവിടുന്ന് മരിച്ച് കടന്നു ചെല്ലുമ്പോഴാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്നാലല്ല പ്രിയരെ, ഇവിടെ വച്ച് ഈ ഭൂമി ജീവിക്കുമ്പോൾ, ഭാര്യയുടെയും മക്കളുടെയും ഒത്ത് ജീവിക്കുമ്പോൾ, ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ വരാൻ സാഹചര്യമുള്ള ലോകത്ത് ജീവിക്കുമ്പോൾ, സാധാ മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മളും ജീവിക്കുന്നുണ്ട്. പക്ഷേ നിത്യജീവൻ നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചുകൊള്ളാൻ നമ്മൾ കരുതലോടെ നിന്നാൽ ആ സൗഭാഗ്യമാണ് ദൈവം നമുക്ക് തരുന്നത്. നിത്യജീവൻ്റെ അവകാശം. 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവി, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ, എൻ്റെ ദൈവത്തെ കൈമർത്തിക്കൊണ്ട് എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ, എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ, എനിക്ക് വേണ്ടി പെടഞ്ഞ ദൈവമേ എന്ന് വിളിക്കാൻ, എന്നെ സ്നേഹിച്ച ദൈവമേ എന്ന് വിളിക്കാൻ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, എനിക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവമേ എന്ന് വിളിക്കുവാൻ, എന്നെ കരുതിയവനെ, എന്നോട് ക്ഷമിച്ചവനെ, എന്നെ വാത്സല്യച്ചവനെ, എന്നെ സ്നേഹിച്ചവനെ, എൻ്റെ മേലാത്മാവനെ പകർന്നു തന്നവനെ, എന്തെല്ലാം പറയാനുണ്ട്. നമ്മൾ ആത്മാവിൽ അങ്ങ് പറക്കാൻ തുടങ്ങും. ദൈവം ചെയ്ത നന്മകളോർത്ത് ദൈവത്തെ ഹൃദയത്തിൽ നന്ദി നിറയുമ്പോൾ നമ്മൾ ആത്മാവിലായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും. അവിടെ പിന്നെ ലോകത്തിലെ യാതൊരു കാര്യത്തിനും അവിടെ സ്ഥാനമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കിത് സാധിക്കുന്ന കാര്യമാണ്. അതാണ് ജയോത്സവം എന്ന് പറയുന്നത്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെ കൃത്യമായിട്ട്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്നൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അയച്ചു തരും. ദൈവത്തിന് സ്തോത്രം. അവിടെ കർത്താവ് പറയുന്നുണ്ട് 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഈ പിതാവിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു
നേടിയ ആത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ടോ? പിതാവിൻ്റെ കയ്യിലുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവം തന്നെയാണ്. ആ ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ടോ? പ്രാഗൽഭ്യം ഉണ്ടോ? പറ, ഓരോരുത്തർ ചിന്തിക്കും. നമ്മളിങ്ങനെ കൂട്ടായ്മ നടന്നു എന്ന് പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. കൂട്ടായ്മയിൽ വേല ആത്മാർത്ഥമായിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. എൻ്റെ ഉള്ളിൽ കർത്താവായ യേശുക്രിസ്തു ചോദിച്ചു വാങ്ങിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആണോ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്? ആ ആത്മാവാണോ എന്നെ നിയന്ത്രിക്കുന്നത്? ആ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നുണ്ടോ? ആ ആത്മാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടോ? ആ ആത്മാവിൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്നെ തന്നെ എപ്പോഴും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാകാൻ കൊതിക്കുന്ന ഒരാളാണോ? എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക വേറെ യാതൊരു ലക്ഷ്യമില്ലെന്നുള്ള നിർബന്ധമുണ്ടോ പ്രിയപ്പെട്ടവരെ? അതാണ് ജയജീവിതത്തിൻ്റെ അടിസ്ഥാനം. ദൈവത്തിന് സ്തോത്രം. 14:26 അപ്പം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. ദൈവത്തിന് സ്തോത്രം. കാര്യസ്ഥൻ, നമുക്ക് കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും നോക്കി അവൻ യജമാനല്ല, യജമാനൻ്റെ സകല കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. എൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി, എത്ര സുഖമാണ് എൻ്റെ സകല കാര്യങ്ങൾ നോക്കാൻ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടെങ്കിൽ. വലിയ വലിയ ആൾക്കാർക്കൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്. അവിടെ സകല ഫോൺ കോൾ വരുന്നതും അവിടെ കാര്യങ്ങളൊക്കെ വേണ്ട ഉപദേശം കൊടുക്കുന്നതും എല്ലാം ഈ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എൻ്റെ ഉള്ളത്തിൽ വന്നിരിക്കുന്നത്. എത്ര സന്തോഷകരമായ കാര്യമാണ്! സ്വർഗത്തിൻ്റെ ഹിതമെന്താണ്? സ്വർഗത്തിൻ്റെ ആലോചന എന്താണ്? സ്വർഗത്തിൻ്റെ കാര്യപരിപാടി എന്താണ്? ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ എവിടൊക്കെയാണ് പോകേണ്ടത്? ഞാൻ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? എൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നെല്ലാം സകല സത്യത്തിലും വഴി നടക്കുന്ന ഒരു കാര്യസ്ഥൻ. എൻ്റെ പ്രിയരെ, ആരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്കറിയാൻ പാടില്ല. ഈ ആത്മാവിൻ്റെ വഴി, ജയത്തിൻ്റെ വഴി എന്താണ്? ക്രിസ്തു നേടിയ ജയോത്സവം എൻ്റെ ജീവിതത്തിലുണ്ടോ? ആ ക്രിസ്തുവിനുള്ള ബന്ധത്തിലാണോ ഞാൻ നിൽക്കുന്നത്? ആ കാര്യസ്ഥനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പരിപാവനമായി കൊണ്ടു നടക്കുന്നുണ്ടോ? ആ കാര്യസ്ഥൻ്റെ വഴിക്ക് ഞാൻ ജീവിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടി തന്നെ 16:13 വായിച്ചേ. 16:13 സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവത്തിന് സകല സത്യത്തിലും. പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഉപദേശിച്ചു തരാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യസ്ഥൻ നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം? തെറ്റു പറ്റുമോ? പേടിക്കേണ്ട കാര്യമില്ല. ഈ ആത്മാവിൻ്റെ ശബ്ദത്തിന് നമ്മൾ ചെവി കൊലിപ്പിച്ചിരുന്നാൽ മാത്രം മതി. കർത്താവേ, ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഒരു ചോദ്യം നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ മതി. നമ്മളെന്ത് പറ്റും? എടുത്തിയാടി ഞങ്ങൾ ചെയ്യും. പിന്നെയാണ് മനസ്സിലാകുന്നത്, അയ്യോ തെറ്റുപറ്റിപ്പോയോ. അല്ല, എന്ത് സംഭവം വരുമ്പോഴും ദൈവമേ, എനിക്ക് തെറ്റു പറ്റരുത്, നിൻ്റെ ആലോചന എനിക്ക് തരണേ. ഒരു വിനയം നമുക്കുണ്ടോ പ്രിയരെ? അതാണ് ക്രിസ്തു ക്രൂശിൽ നേടിയ ജയം. നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഈ ആത്മാവിൻ്റെ പ്രമാണത്തിന് കീഴ്പ്പെടണം. ഈ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ട് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. 14:27 വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത്, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്നത് പോലെ അല്ല, ലോകത്തിന് എടുത്തു കളയാനും പറ്റത്തില്ല. എൻ്റെ സമാധാനം നിങ്ങളിലിരിക്കും. ഇന്ന് ഇല്ലാത്ത ഒരേ ഒരു കാര്യം അതാണ്. പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, വാഹനമുണ്ട്, സാമ്പത്തികം എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനമില്ല. എങ്ങനെ കിട്ടും പ്രിയരെ? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർക്ക് എങ്ങനെ സമാധാനം കിട്ടും? വീണ്ടെടുപ്പില്ലാത്തവർക്ക് എങ്ങനെ സമാധാനം കിട്ടും? മാനസാന്തരമില്ലാത്തവർക്ക് എങ്ങനെ സമാധാനം കിട്ടും? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പാപത്തോട് യാത്ര പറയാർക്ക് എങ്ങനെ സമാധാനം കിട്ടും? എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഈ വചനമെല്ലാം ഇവിടെ കിടക്കുകയാണ്. ഈ വചനം നമുക്ക് അനുസരിക്കാനുള്ളതല്ലേ? വചനം അനുസരിക്കുന്നവർക്കാണ് സമാധാനം, കൂട്ടായ്മക്കാർക്കല്ല. വചനം അനുസരിക്കുന്നവർക്ക്. എങ്ങനെ അനുസരിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദിച്ച് മനസ്സിലാക്കി അത് കിട്ടുന്നവർക്ക് വചനം അനുസരിക്കാൻ പറ്റും. അവിടെ അവരോടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, എൻ്റെ സമാധാനം ലോകം തരുന്ന പോലെ അല്ല. ലോകത്തിന് തരാൻ പറ്റാത്തതും ലോകത്തിന് എടുത്തു കളയാൻ പറ്റാത്തതും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദുർഘടമായ പ്രശ്നം വന്നു, രോഗം വന്നു. എനിക്ക് തന്നെ ക്യാൻസർ വന്ന മനുഷ്യനാണ്. ഞാൻ ഇന്ന് ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എങ്ങനെ ആ കാര്യങ്ങളൊക്കെ കടന്നുപോയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഒരല്പം പോലും ഭാരം എനിക്ക് വന്നില്ല. ഞാൻ മരിക്കുമോ എനിക്ക് ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാര്യം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് ഭാര്യയുണ്ട്, പ്രീ ഡിഗ്രി വരെ പഠിച്ചൊരു ഭാര്യ, 2 പെൺകുട്ടികൾ. എത്ര? 4 വയസ്സും 2 വയസ്സും പ്രായമുള്ള 2 പെൺകുട്ടികൾ. എൻ്റെ ഭാര്യയ്ക്കാണ് ജോലിക്ക് യാതൊരു സാധ്യതയില്ല.
അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭാര്യയും മക്കളൊന്നും അല്ല എൻ്റെ വിഷയം. എനിക്ക് ക്യാൻസർ വന്നപ്പോൾ എൻ്റെ ഭാര്യയോ മക്കളോ ഒന്നും അല്ല എൻ്റെ വിഷയം. എൻ്റെ കർത്താവേ, 22-ാമത്തെ വയസ്സിൽ എനിക്ക് നീ മാനസാന്തരം തന്നത് ഈ 39-ാമത്തെ വയസ്സിൽ കടന്നു പോകാനാണോ? ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. കർത്താക്ഷരികമായിട്ട് വന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ മരണക്കടക്ക മാറ്റി വരിക്കും. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ മരിക്കുകയില്ല. നിന്നെക്കൊണ്ട് ഞാൻ പല കാര്യങ്ങളും അനുഭവിപ്പിക്കും. ഞാൻ നല്ലവനാണെന്ന് നിൻ്റെ നാവ് പറയും. പാപത്തിന്മേൽ ജയമുണ്ട് നീ വിളിച്ചു പറയണം. എന്നെ നീ കാണിച്ചു കൊടുക്കണം. ഞാൻ ക്രൂശിൽ മരിച്ച് എന്തിനാണെന്ന് നീ ജനത്തോട് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഇഷ്ടമെന്താണെന്ന് നീ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെ ജീവിക്കണമെന്ന് നീ കാണിച്ചു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു ലോകമനുഷ്യനെ പോലെ ജീവിക്കാനല്ല. നിനക്ക് ഞാൻ 39-ാമത്തെ വയസ്സിൽ ആയുസ് നീട്ടിത്തരുന്നത് എൻ്റെ കാര്യസ്ഥനെ, എൻ്റെ കാര്യപരിപാടി നിവർത്തിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ മേൽ പകരും. ഞാൻ നിൻ്റെ മരണക്കടക്ക മാറ്റി വരിക്കും. ഞാൻ നിനക്ക് ആയുസ് തരും. നിനക്ക് മതിയാവോളം ഞാൻ ആയുസ് നിനക്ക് തരാം. പക്ഷെ നീ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയായിരിക്കണം. എൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നീ ജീവിക്കണം. ജനത്തിന് നീ കാണിച്ചു കൊടുക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ്. പക്ഷെ സുന്ദരമായൊരു ജീവിതം, സുഖകരമായൊരു ജീവിതം. എന്താ? പാവം വരില്ല, നല്ല പ്രത്യാശ, ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് അറിയാം, ഏത് സമയത്തും അറിയാം. അത് പ്രാർത്ഥിക്കാൻ മുഴങ്ങാലും മടക്കണമെന്നൊന്നുമില്ല. ചുമ്മാ പോകുമ്പോഴും കാരക്കൂടൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഈ പാട്ട് വിട്ടുകൊണ്ടിരിക്കത്തില്ല. ക്രിസ്തീയ പാട്ടാണെങ്കിലും ഞാനത് വെച്ചുകൊണ്ടിരിക്കില്ല. ആ പാട്ട് വെച്ചാൽ പാട്ടിൽ നമ്മൾ ലയിച്ചങ്ങ് പോകും. ഏകാഗ്രത നിർമ്മതയും കിട്ടില്ല. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ എനിക്കറിയാം എൻ്റെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കർത്താവേ, ഞാനിങ്ങനെയൊക്കെ ആണെങ്കിലും എന്നെ കഴുകണമേ. എനിക്ക് മനസ്സിലാകാത്ത അനേക പാപങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ അടിസ്ഥാനം പാപമാണ്. എൻ്റെ പിറവി അങ്ങനെയാണ്. എനിക്ക് നല്ലതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. എന്നെ കഴുകണമേ. വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ നടത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചല്ലോ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അറിയാത്തതായ പാവങ്ങളുടെ പ്രവണതകളുള്ളത് നീ അത് മാറ്റിത്തരണം. ഞാൻ മരണക്കിടക്കെ ചെല്ലുമ്പോൾ എല്ലാം കണ്ണിൻ്റെ മുമ്പിൽ നിരന്ന് നിന്നിട്ട് എന്ത് പ്രയോജനം? ഇന്നെനിക്ക് നീ ആയുസ് തന്നിട്ടുണ്ടല്ലോ. കർത്താവേ, എന്നെ കഴുകിയേ പറ്റുള്ളൂ. എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. എന്നെ കഴുകണം. ഇതൊക്കെ പറയാൻ എപ്പോഴാണ് ഉള്ളത്? പ്രാർത്ഥിക്കാൻ നേരമാണോ? എൻ്റെ പ്രിയരെ, ചുമ്മാ ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ആവശ്യം ദൈവത്തോട് നമുക്ക് പറയാം. ദൈവത്തിന് സ്തോത്രം. അതാണ് പരിശുദ്ധാത്മാവുള്ളതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകം തരാത്ത സമാധാനം അത് ജയോത്സവമാണ്. ഈ പുതിയ സൃഷ്ടി, വേദപുസ്തകത്തിൽ പലയിടത്ത് പറയുന്നുണ്ട്, പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യൻ, ദൈവാനുരൂപമായി പുതുമനുഷ്യൻ. വേറെ സമയമില്ലാത്ത ഞാൻ ഒന്നും വായിക്കുന്നില്ല കേട്ടോ. പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ പഴയതില്ല. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരുകയില്ല. പകർന്നാൽ രണ്ടും പൊളിഞ്ഞു പോവും. തുരുത്തിയും പുളിയും വീഞ്ഞും നഷ്ടപ്പെടും. പുതിയ തുരുത്തിയിലേ പുതുവീഞ്ഞ് പകരുകയുള്ളൂ. അത് ദൈവത്തിന് മാറ്റമില്ലാത്ത പ്രമാണമാണ്. അത് എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ശരി പ്രിയരെ, പുതിയ സൃഷ്ടി അല്ലയോ, പുതിയ കാഴ്ചപ്പാടില്ലയോ, പുതിയ ചിന്താഗതി ഇല്ലയോ, ഈ ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് ഹൃദയം പോകുന്നില്ലയോ? കർത്താവ് വ്യക്തമായിട്ട് പറയുന്നില്ല, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് ഭാരപ്പെടുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പ്രിയരെ, നമ്മൾ തന്നെയാണ് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം. ഞാൻ ചിന്തിക്കുന്നുണ്ട്, എനിക്കൊരു ഭാര്യയും മക്കളും സൗരസൗരന്മാരും കടന്നുപോയ അപ്പനൊക്കെ ഉണ്ട്. അവരുടെ കാര്യം ദൈവത്തിനെ കൊടുക്കാൻ ആരുണ്ട് പ്രിയരെ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഉത്തരവാദിത്തം എൻ്റെ മേൽ വലുതാണ്. അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ദൈവം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തില്ലെങ്കിൽ കടക്കാരനാവൂലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനത്തിൽ പറയും ഒരു സ്വസ്ഥതയെന്ന് പറയും. 4:1 പറയും ദൈവം തരുന്ന ഒരു സ്വസ്ഥത. 4:9 പറയും ഒരു ശബത്തനുഭവം. ശബത്തെന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടിയുള്ള സ്വസ്ഥത. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്രാമം എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു വിശ്രാമം തന്നിട്ടുണ്ടെന്ന്. ദൈവത്തോടു കൂടി വിശ്രാമം, ദൈവത്തോടു കൂടി സ്വസ്ഥത, ദൈവത്തോടു കൂടി ശബത്തനുഭവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഭൂമിയിൽ വെച്ച് അനുഭവിക്കണ്ടേ? അനുഭവിച്ചിട്ട് പ്രത്യാശയോടെ കടന്നു പോവുക. ഏത് സമയത്തും മരണം വരട്ടെ, കർത്താവെ നിൻ്റെ കാര്യപരിപാടിയൊക്കെ നിവർത്തിച്ചോ, കടന്നു പോകാൻ നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. ഭയമില്ല. കാരണം കണ്ട കാലങ്ങളൊക്കെ യൗവനകാലം മുഴുവൻ അവന് വേണ്ടി വേർതിരിച്ചു. അവൻ്റെ വചനം അനുസരിക്കാൻ വേർതിരിച്ചു. അവൻ്റെ വേല ചെയ്തു.
ഇനി അവൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് വല്ല സംശയമുണ്ടോ, വല്ല ചിന്താകുഴപ്പമുണ്ടോ? ഇതാണ് ജയജീവിതം എന്ന് പറയുന്നത്. കർത്താവ് ക്രൂശിൽ മരിച്ചത്, ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയത് എനിക്ക് ജയം തരാനാണ്, എനിക്ക് ഈ മനോഹരമായ ജീവൻ തരാനാണ്, സമാധാനത്തോടെ ജീവിച്ച് സാക്ഷി ജീവൻ നയിക്കാനാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കെല്ലാം സഹായം ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.